അതെ, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്കൊരു വഴിയും കാണുന്നില്ലെന്ന് തോന്നുന്ന സമയത്ത് ദൈവം വന്നിട്ട് നിങ്ങൾക്ക് വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ഭയങ്കര ദൈവവിശ്വാസിയാണോ? അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ ദൈവവിശ്വാസിയായിരുന്നോ? അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ലൈഫിൽ ഒരു കഷ്ടകാലം വരുമ്പോൾ, അല്ലെങ്കിൽ വളരെ മോശം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്തൊരു മോശം എക്സ്പീരിയൻസ് വന്നപ്പോൾ ആ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിന് എതിരായിട്ടുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഏത് മതമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്? അങ്ങനത്തെയൊക്കെ ഒരു അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തിയാണോ? ചില ആളുകളെ ഞാൻ കാണുമ്പോൾ അവരിങ്ങനെ ഹിന്ദു ആണെങ്കിൽ അതിനെ മാത്രം സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ളതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ മറ്റുള്ള ആളുകളും അങ്ങനെ അവരുടെ ഒരു മതത്തിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ജീവിക്കാറുണ്ട്. ശരിക്കും ഇതും നമ്മളുടെ ദൈവവിശ്വാസവും നമ്മളുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ദൈവവിശ്വാസി ആയില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റിലീജിയസ് ആണോ, സ്പിരിച്വൽ ആണോ, നമ്മൾ കണ്ടിട്ടുള്ള ദൈവം എങ്ങനെ ഇരിക്കും, നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ ഇവർ നമ്മളെ എങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യും, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാം. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെയും പറയാം. അപ്പോൾ എൻ്റെ പേര് സിമ്പിൾ, ഞാനൊരു ലൈഫ് കോച്ചും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. എന്നെക്കുറിച്ചാണല്ലോ ഞാൻ ആദ്യം പറയേണ്ടത്. ഞാൻ ജനിച്ച് വളർന്ന വീട്ടിൽ, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ തറവാട്ടിൽ അമ്പലമൊക്കെ ഉണ്ട്, അതിൽ പൂജിക്കുന്ന അമ്പലം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അച്ഛമ്മ നല്ല ദൈവവിശ്വാസിയാണ്, ആ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര വിശ്വാസിയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ അച്ഛൻ അമ്പലത്തിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഇതൊന്നും ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ആ ഒരു പാർട്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പലവുമായിട്ട് നമുക്കങ്ങനെ ബന്ധമൊന്നുമില്ല. അമ്മ രാത്രിയാകുമ്പോൾ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്നത് അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് അമ്മ അത് കുറേ നാളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കണം എന്നോ ദൈവം ഇങ്ങനെ ഒരാളുണ്ടെന്നോ എനിക്ക് പാരൻസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ല. വല്ല അമ്പലം കാണുമ്പോൾ ഈ അമ്പലത്തിൻ്റെ പേര് ഇതാണെന്ന് പറയും,